ഈ ഒരു കാര്യം കൂടെ, ഈ ഏറ്റവും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയില് ഇവരൊക്കെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പം ഇവിടെ തിലകേട്ടനും ഇന്നസെന്റ് ഏട്ടനൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു മരത്തിന്റെ മറവിൽ ജഗദീഷ് ഏട്ടൻ നിന്നിട്ട് പെട്ടെന്ന് ഒരാവശ്യമില്ലുണ്ട് ജഗദീഷ് ഏട്ടൻ അയ്യോ എന്നും പറഞ്ഞൊരു ഓട്ടോ ഓടുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഇന്നസെന്റ് ഏട്ടൻ ഒരു ചാട്ടം ചാട്ടിട്ട് ദേ പോണു അവൻ എന്നും പറഞ്ഞിട്ട് ഒരു ചാടിയിട്ടാണ് ഇന്നസെന്റ് ഏട്ടൻ തിരിയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഒരാളിങ്ങനെ പോകുമ്പോൾ നമ്മള് ദേ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലെ ഇങ്ങനെ ചാടണ്ട, നിന്ന നിപ്പി ഫുൾ ചാടി തിരിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. എന്നുവെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോ വലിയ നടന്മാരോടൊക്കെ ചോദിച്ചാൽ അത് അഭിനയത്തിന്റെ ഇതാണ് കാരണം. അയാളെ കാണുമ്പോൾ ഈ കഥാപാത്രത്തിനുണ്ടാകുന്ന ഇങ്ങനെയൊക്കെ എനിക്ക് പറയാം, പക്ഷെ ഉള്ള സത്യം പറയാലോ, ഒരു സുഖം അത്ര. ഇതിന് വേറെ ഒരു സാധനവും ഇല്ല. ചാടിയപ്പോ എനിക്കൊരു സുഖം, ഇത് കണ്ടപ്പോ നിനക്കൊരു സുഖം, അത്രേ ഉള്ളൂ, വേറെ ഒരു സുഖമില്ലെന്ന് അത്ര ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഈ ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന സിനിമയും വിട പറയും മുമ്പേയും മികച്ച ചിത്രത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ രണ്ടുപേരും കൂടെ ഏറ്റുവാങ്ങിയിട്ടുള്ള സിനിമയാണ്. അവാർഡുകൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇന്നസെന്റ് എന്തെങ്കിലും സന്തോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഓ, ഇന്നസെന്റും വലിയ സന്തോഷം പറഞ്ഞ അവാർഡ്, ഞാൻ അവാർഡ് വാങ്ങിക്കുക, ഇന്നസെന്റ് ക്രിട്ടിക്സ് അവാർഡൊക്കെ ഇന്നസെന്റ് വാങ്ങിച്ചത്. അത്രയും അവാർഡ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇളക്കങ്ങളിൽ അവാർഡ് ഇന്നസെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാ ശ്രുതിക്കുള്ള പെൺകുട്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈഡ് വന്ന ഫ്ലാഷ് ബാക്ക് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ബഹുമതി കിട്ടിയ പടം അത്. കളക്ഷൻ മോശമാണെങ്കിലും എല്ലാവരും നല്ല പേരായിരുന്നു പടത്തിനൊക്കെ. ഞാനിപ്പം ഈ അവാർഡ് കിട്ടിയ കാര്യവും ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്കിന്റെ കാര്യമൊക്കെ ഒരു വരി ഈ പരിപാടിയിൽ ബോധപൂർവ്വം എടുത്ത് പറഞ്ഞു നിർത്തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇന്നസെന്റ് ഏട്ടൻ എന്ന് പറയുന്ന നിർമ്മാതാവ് അദ്ദേഹം തന്നെ വരച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രം കുറച്ച് സിനിമയെടുത്ത് പൊളിഞ്ഞുപോയ ഒരു നിർമ്മാതാവായിട്ടാണ്. പല പ്രസംഗങ്ങളിലും അദ്ദേഹം നർമ്മത്തിലൂടെ അതാണ് പറയുന്നതെങ്കിലും അങ്ങനെയല്ല, മലയാളത്തിന്റെ വലിയ ക്ലാസിക്കുകളായിട്ടുള്ള സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള 80s to 80 to 90 മലയാളത്തിന്റെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ടാണ് ഞാനൊക്കെ കരുതുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ്, ഏറ്റവും നല്ല സിനിമകൾ എടുത്ത നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ്. അല്ല, ആ കാലഘട്ടത്തിലാണ് നല്ല ഡയറക്ടർമാർ വന്നൊക്കെ, ഫാസ്റ്റ് എല്ലാ പടങ്ങളൊക്കെ വന്ന സമയത്താണല്ലോ കംപ്ലീറ്റ്. മോഹൻലാലും മുതലാണ്. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പരിപാടി ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇവിടെ നമ്മൾ ഓർക്കുന്ന ഓരോ അതിഥികളെ കുറിച്ചും അവരുടെ ചിത്രം വെച്ച് ഇവിടെ വരുന്ന അതിഥികളുടെ ഒപ്പുവെച്ച് ഞങ്ങളൊരു ആൽബം തയ്യാറാക്കുന്നുണ്ട്. പരിപാടി പൂർത്തിയാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓർമ്മയിലെന്നും സൂക്ഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ആൽബം. നമുക്ക് ആ ആൽബം ഒന്ന് സൈൻ ചെയ്യാം, എപ്പിസോഡ് വൈൻഡ് ചെയ്യാം. താങ്ക് യു.